വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ടോപ്പ് ഹെഡ്ലൈൻസിലെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളെയും നമ്മൾ തൊട്ടുമുമ്പ് വിശദമായിട്ട് സമീപിച്ചു കഴിഞ്ഞു. വാർത്തകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാര സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ ദുരൂഹതയില്ല എന്ന് ഇന്റലിജൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കം അന്വേഷിക്കും എന്ന് പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നു. റിയാസ് KMR ചേരുന്നു. നേരത്തെ ഇതിലൊരു ദുരൂഹതയുണ്ട്. വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള ഒരു തർക്കം ഒരു മാസം മുമ്പോ മറ്റോ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇന്നലെയുണ്ടായ തീപിടുത്തം എന്നുള്ള നിലയ്ക്ക് ചില ചോദ്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഇന്റലിജൻസ് പറയുന്നത് അതല്ല അല്ലേ? ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത് അതൊരു പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അതായത് പുറത്തുനിന്ന് ആരും വന്ന് തീയിടാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അതിന് പകരം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുരൂഹത ഈ ഘട്ടത്തിൽ സംശയിക്കാനാവില്ല എന്നാണ് ഇന്റലിജൻസ് പ്രാഥമികമായി വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നുമുണ്ട്. കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യാപാര പങ്കാളികളായിട്ടുള്ള രണ്ടുപേർ, മുകുന്ദനും ഒപ്പം തന്നെ പ്രേമനും. ഈ മുകുന്ദൻ ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഉടമ. അയാളുടെ പങ്കാളിയാണ്, ഈ മുകുന്ദൻ്റെ പങ്കാളിയാണ് പ്രേമൻ. ഇരുവരും തമ്മിൽ 25 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വലിയ തർക്കമുണ്ടാവുകയും മുകുന്ദന് കുത്തേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ പ്രേമനെതിരെ കസബ പോലീസ് കേസെടുക്കുകയും പ്രേമനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഒരു തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതുകൊണ്ട് ഈ വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കം ഇതിനെ ബാധിച്ചിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ഇടപെടൽ ഇതിൻ്റെ പിറകിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കും. പക്ഷേ ഈ ഒരു തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് വശങ്ങൾ അന്വേഷിക്കില്ല എന്ന് അതിന് അർത്ഥമില്ല എന്നുള്ളതാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രി PM മുഹമ്മദ് റിയാസ് അല്പസമയം മുൻപ് ഇവിടെ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിക്കും. അഗ്നിരക്ഷാ സേനയും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ കൃത്യമായ ഏകോപനത്തിലൂടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തീയണയ്ക്കാൻ സാധിച്ചു. ഇത് വലിയ ദുരന്തമാണ്. ഈ ഒരു വലിയ ദുരന്തത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം സർക്കാർ തുടർ നടപടി സ്വീകരിക്കും. അതിൽ അന്വേഷണം നടത്തുകയാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ഫോറൻസിക് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഫോറൻസിക് അധികൃതർ ഇവിടെ പരിശോധന നടത്തുകയാണ്. അതിൽ തീപിടുത്തത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫോറൻസിക്കിന്റെ ഒരു പരിശോധന നടക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ കൂടിയും അതിന് പ്രേരകമായ രീതിയിലേക്ക് എന്തെങ്കിലും ഇടപെടൽ പോയോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതാണ് ഫോറൻസിക്കിന്റെ ഒരു പരിശോധന. ആ പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്, ആനുപാതികമായി നടക്കുന്നുണ്ട്. ഈ പ്രധാനമായും ഫോറൻസിക്കിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും പരിശോധനയാണ് നടക്കേണ്ടത്. അല്പം മുൻപാണ് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ അകത്തേക്ക് എത്താൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഫയർഫോഴ്സിന് ഇക്കാര്യത്തിൽ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ അകത്തേക്ക് എത്താൻ പ്രയാസപ്പെട്ടു. കാരണം ഇതിന്റെ ഇടനാഴികളിൽ, ഈ സ്ഥാപനത്തിലേക്ക് പോകുന്ന ഇടനാഴികളിൽ മുഴുവൻ സാധന സാമഗ്രികളായിരുന്നു. അവിടെ സാധന സാമഗ്രികൾ നിറച്ച അവസ്ഥയായിരുന്നു. കൂടാതെ ഈ തകര ഷീറ്റ് കൊണ്ട് മറച്ചത് രക്ഷാപ്രവർത്തനം വലിയ തോതിൽ ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ വെള്ളം അകത്തേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ആകെ ഏകദേശം 26ഓളം വാഹനങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്ഥാപനത്തിന് NOC ഉണ്ടായിട്ടില്ല. ഈ NOC നൽകേണ്ടത് കോർപ്പറേഷനാണ്. അത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനാണ്. ഈ സ്ഥാപനം NOC ഇല്ലാതെ എങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇദ്ദേഹം പറയുന്നത് ദുരൂഹത ഇല്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അട്ടിമറി ആവാം എന്നാണ്. ക്ഷമിക്കണം, ഈ ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നുള്ളതാണ്. അട്ടിമറിയല്ല, ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നുള്ളതാണ് ഈ അദ്ദേഹം കൂടി വ്യക്തമാക്കുന്നത്. കൂടാതെ UDF കൺവീനർ അടൂർ പ്രകാശും ഈ ഒരു സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തരം അനധികൃതമായ ഒരു നിർമ്മാണം ഉണ്ടായോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടണം. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. മറ്റ് അന്വേഷണങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. അത് ഈ അധികാരികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും മറ്റ് സംവിധാനങ്ങളൊക്കെ അന്വേഷിച്ചാൽ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ എന്ന് UDF വ്യക്തമാക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ എന്ന് UDF വ്യക്തമാക്കുകയാണ്. ഇത് ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്കുള്ള ഒരു വഴിയായി കോൺഗ്രസും തെരഞ്ഞെടുക്കുക
വ്യക്തമാക്കുകയാണ്. നേരത്തെ DCC അധ്യക്ഷൻ K. പ്രവീൺ കുമാറും MLA സിദ്ദീഖുമൊക്കെ വ്യക്തമാക്കിയത് ഇതിൽ കോർപ്പറേഷനാണ്, കോഴിക്കോട് കോർപ്പറേഷനാണ് ഒന്നാം പ്രതി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. പലതവണ കോൺഗ്രസ് ഇത് കോർപ്പറേഷനോട് ഉന്നയിച്ചതാണ്. അന്നൊന്നും ഇത് ശരിയാക്കാൻ നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഇതിലെ പ്രധാന പ്രതി അത് കോഴിക്കോട് കോർപ്പറേഷനാണെന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതേസമയം ഇതിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷനും വ്യക്തമാക്കുന്നു. അങ്ങനെ വീഴ്ചകൾ കണ്ടെത്തുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് മേയർ ഫിലിപ്പ് അടക്കമുള്ളവരും വ്യക്തമാക്കുകയാണ്. ഇത് സംബന്ധിച്ച ഓരോ പരിശോധനയും ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ആണ് ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അദ്ദേഹത്തിന് ജില്ലാ ഫയർ ഓഫീസർ നൽകുക. അദ്ദേഹത്തിന് ലഭിച്ച ഉടൻ തന്നെ അത് പരിശോധിച്ച് ജില്ലാ കളക്ടർ ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ജയതിലകിന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും സർക്കാർ ഇക്കാര്യത്തിലുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുക. MS. ശരി, നമ്മൾക്ക് ഇനി ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയിലേക്ക് പോയി വന്നതിന് ശേഷം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട 2 തുടർ വാർത്തകൾ നൽകാനുണ്ട്. ആദ്യം നമ്മൾക്ക് ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട 2 തുടർ വാർത്തകളിലേക്ക് പോകാം.